ഫോട്ടോഗ്രാഫി പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ് അപ്പർച്ചർ. ഈ അപ്പർച്ചറിനെ പറ്റിയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ ഒരു എഫ് നമ്പർ, അതിൻ്റെ വാല്യൂസിൽ എന്താണ് ക്യാമറയിൽ സംഭവിക്കുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ പതുക്കെ പതുക്കെ ശരിയായി വരുള്ളൂ. ഇപ്പോൾ 2.8 അപ്പർച്ചറിന്ന് 3.5ലേക്ക് വരുമ്പോൾ ലെൻസ് ക്ലോസ് ആവുകയാണോ ചെയ്യണേ, ഓപ്പൺ ആവുകയാണോ ചെയ്യണേ, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് നമ്മുടെ കണ്ണ് പോലെയാണ് ഈ ലെൻസ്. കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണി ഉണ്ട്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിങ്ങനെ ആകെ ഭയങ്കര വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതിൻ്റെ കാരണം രാത്രിയിൽ ഈ കണ്ണിൻ്റെ കൃഷ്ണമണി വലുതായിട്ടിരിക്കും, ഇത് ഓപ്പണിങ് വലുതായിരിക്കും. പെട്ടെന്ന് ലൈറ്റ് കയറുമ്പോൾ നമുക്ക് നമ്മുടെ സെൻസറിന് അത് താങ്ങാൻ പറ്റാണ്ട് വരുമ്പോൾ ഈ കണ്ണ് നമ്മൾ ഇങ്ങനെ അടയ്ക്കും. ഇതുപോലെ തന്നെയാണ് ക്യാമറയും. ഇതിന്റെ ഐറിസ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ പടം ഓവർ എക്സ്പോസ്ഡ് ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡയലിൽ തിരിച്ചിട്ട് എഫ് നമ്പർ കൂട്ടി കൊണ്ടുവരും. 2.8 എന്നുള്ളത് 3.5 5.6 ഒക്കെ ആക്കിയിട്ട് കൂട്ടി കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കണ ആ ഒരു ലൈറ്റിന്റെ അളവിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ചാൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അതായത് എഫ് നമ്പർ കൂടുന്നതിനനുസരിച്ച് ലെൻസ് ക്ലോസ് ആയി വരും. എഫ് നമ്പർ കുറഞ്ഞു വരും തോറും ഇതിന്റെ ഓപ്പണിംഗ് വലുതായി വരും, ബൊക്കെ കൂടി വരും, ഭംഗി കൂടും. ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പോൾ ലോ ലൈറ്റിൽ പടം എടുക്കണമെങ്കിൽ എപ്പോഴും ചെറിയ എഫ് നമ്പർ 1.4 1.2 അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. അപ്പർച്ചറിനെ പറ്റി ഒരു ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും. കൂടുതൽ വീഡിയോസ് നമുക്ക് പിന്നെ